ഒന്നുകിൽ ഇനി രാഷ്ട്രീയം അത്ര താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ സിനിമയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം ചെയ്യാൻ പറ്റും. ഒരുപാട് നടന്മാർ ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ MGR വരെ അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്നും സിനിമയിലൊക്കെ ഒരേ സമയത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല വിജയ്. അല്ലോ അല്ല രാഷ്ട്രീയത്തിനെ നിൽക്കാതെ തന്നെ സിനിമയിൽ വരാനും ചാൻസ് ഉണ്ട്. ഇനി ആരാധകർ വിളിച്ച് വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിടത്തില്ലേ പിള്ളേക്കാരൻ? വിഷമൊന്നുമില്ല. ഞാൻ അത്ര വലിയ വിജയ് ഫാനൊന്നുമില്ല. സൽസ്വഭാവിയാണ്. ബൗത്ത് നടൻ. എൻ്റെ നാട്ടിന് സുനാമി വിഴുങ്ങിയപ്പോഴത്തേക്ക് 1/4 കോടി രൂപയാണ് അവൻ സംഭാവന ചെയ്ത്. അതിന്റെ ബാക്കിൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്നൊന്നും അറിയില്ല പേഴ്സണലി. അവനവന്റെ താല്പര്യമല്ലേ. ഇപ്പൊ ഞാൻ സിനിമയിൽ പോയാലും ഞാൻ നിർത്തുന്നതിന് എന്റെ ഇഷ്ടമല്ലേ. നല്ലൊരു വാർത്ത കേട്ടു. വിജയ് സിനിമ നിർത്തിയാണ്ട് മറ്റേ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാണ്. അഭിപ്രായം എന്താ? അങ്ങനെ തീരുമാനം നല്ലതല്ലേ? ആ വിജയ്ക്ക് തോന്നിയെങ്കിൽ നല്ലത്. നല്ലൊരു അഭിപ്രായമായിട്ടാണോ തോന്നുന്നത്? കുഴപ്പമില്ല, നല്ല അഭിപ്രായം. അതിന്റെ കാരണം എന്ന് പറയാം. കാരണം പറയാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ അഭിപ്രായം പറയാനായിട്ടില്ല. വിജയ്ക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നല്ല കാര്യം. രണ്ടും മുന്നോട്ട് കൊണ്ടുപോകുമ്പോ എല്ലാരെയും പറ്റി അറിയാവുന്ന ഒരാളല്ലേ വിജയ്. കഷ്ടപ്പാടുകളും ഇതൊക്കെ നിർത്തിക്കൊണ്ട് പോവില്ല, നിർത്തൂലല്ല. ഇനി വരുന്ന 2 സിനിമകളല്ലേ വിജയ് പറഞ്ഞുള്ളൂ. അതിനുശേഷം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതാണ്, സിനിമ നിർത്തിയാണ്ടെന്നാണ്. അപ്പൊ അതിനോട് ഇല്ലില്ല, യോജിക്കുന്നില്ല. കാരണം എന്താ? ഇല്ലില്ല, സിനിമ ഫീൽഡിലല്ലേ വിജയ് അറിയപ്പെട്ടത്. പൊളിറ്റിക്സിന്റെ ഫീൽഡിൽ വിജയ് അറിയപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെയല്ല. എന്നാലും കൂടുതലും വിജയനെ അറിയണത് സിനിമയിലല്ലേ. അതെ, എല്ലാ ആൾക്കാരും കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവും വിജയുടെ കൂടെ. പക്ഷെ എന്തായാലും സിനിമയിലേക്ക് ഇങ്ങോട്ട് പൊളിറ്റിക്കലാന്നുണ്ടെങ്കിൽ ചാൻസ് കുറവാണ്. എടുക്കുന്നത് നല്ലതായിരിക്കാം. കാരണം അവിടെ അങ്ങനെ ആയിരിക്കുമല്ലോ, എല്ലാ നടന്മാരും പാർട്ടിയിലോട്ട് കയറാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ആണല്ലോ. അതാണ് ഇതുകൊണ്ട് പറയണ്ടോ. നമുക്ക് നേരത്തെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു, എന്തായാലും വിജയ് രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഇറങ്ങുമെന്നുള്ള ഒരിത്. പക്ഷെ സിനിമ നിർത്തിയിട്ട് രാഷ്ട്രീയത്തേക്ക് ഇറങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ സങ്കടം ഉണ്ടോ? അതോ സങ്കടമൊന്നുമില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് സിനിമയിൽ തന്നെ നിൽക്കണമെന്നില്ലല്ലോ. അല്ല രാഷ്ട്രീയത്തിനെ നിൽക്കാതെ തന്നെ സിനിമയിൽ വരാനും ചാൻസ് ഉണ്ട്. ഇനി ആരാധകർ വിളിച്ച് വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിടത്തില്ലേ പിള്ളേക്കാരൻ? അങ്ങനെ സെയിം ഒപ്പീനിയൻ തന്നെയാണ്. അഭിപ്രായം എന്ന് വെച്ചാൽ നല്ലതാണ്. വിജയ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നല്ല കാര്യങ്ങൾ ചെയ്യണ ഒരാളാണ്. പിന്നെ എല്ലാ മനുഷ്യരും ഒരുപോലെ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 100%. അതിനോട് നിങ്ങളെ അഭിപ്രായം എന്താ? അഭിപ്രായം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. വിജയ് ഫാൻസിന് വിഷമമായിരിക്കും, പക്ഷെ ആളുടെ രീതിക്ക് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് വിഷമമുണ്ടോ? എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ അത്ര വലിയ വിജയ് ഫാനൊന്നുമില്ല. എനിക്ക് വിഷമമില്ല. കാണാറൊക്കെ ഉണ്ട്. ഞാൻ കണ്ടു. അല്ലല്ല, ഫോണിലല്ല. കുഴപ്പമില്ല. ഹൈപ്പിന്റെ അത്ര ഇല്ല, നല്ല കുഴപ്പമില്ല. നല്ല ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്നല്ല. ഞങ്ങളുടെ പോലത്തെ ആൾക്കാർക്ക് കുഴപ്പമില്ല. സിനിമാ നടനാണ്, നല്ല പ്രവൃത്തിയാണ്, സൽസ്വഭാവിയാണ്. ബൗത്ത് നടൻ. അപ്പോൾ കേരളത്തിന് വേണ്ടി സുനാമി വന്നപ്പോഴത്തേക്ക് 25 ലക്ഷം 1/4 കോടിയാണ് അവൻ സംഭാവന ചെയ്തത് വിജയ്. അപ്പോൾ ഈ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോൾ വിജയ് പൊളിറ്റിക്സ് അയാളെപ്പോലുള്ള ഒരു സൽസ്വഭാവിയായ നടനെ അയാൾ വർഗീയ കക്ഷിയായ ഒരു പൊളിറ്റീഷ്യനായാൽ ആളുകൾ വെറുക്കപ്പെടും. അയാൾ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അയാൾക്ക് യോജിച്ച രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ലതാണ്. അതായത് വർഗീയമായിട്ട് പോയി കഴിഞ്ഞാൽ അത് അയാൾക്ക് ദോഷം ചെയ്യും. വർഗീയ കക്ഷിയായിട്ട് പോകാമല്ലോ. പൊളിറ്റിക്സ് ഇറങ്ങിയാൽ വിജയിക്കും. അയാളെ എവിടെ ഇഷ്ടപ്പെട്ട നടനാണ്. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ നടനാണ് വിജയ്. കാരണം എൻ്റെ നാട്ടിന് സുനാമി വിഴുങ്ങിയപ്പോഴത്തേക്ക് 1/4 കോടി രൂപയാണ് അവൻ സംഭാവന ചെയ്ത്. അങ്ങനെയുള്ളവനെ മാനിക്കണം. എപ്പോഴും നല്ല കാര്യം ചെയ്യുന്നവനെ മാനിക്കണം. നമ്മളെല്ലാം ജനങ്ങൾ അയാളെ കൂടെ എപ്പോഴും ഉണ്ടാവണം. എല്ലാ സ്റ്റാറും ഈ പൊളിറ്റിക്സിലേക്ക് കയറുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പോൾ വിജയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ജനങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. പുള്ളി ഭയങ്കര ഇതാണല്ലോ, അതായത് ജനങ്ങളോടൊരു ഭയങ്കര ഇതുള്ള ഒരാളാണല്ലോ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും.
അതിന്റെ ബാക്കിൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്നൊന്നും അറിയില്ല പേഴ്സണലി അവർക്കുള്ളത്. അത് തന്നെ അഭിപ്രായം. എനിക്കതിനെ പറ്റി അഭിപ്രായമൊന്നുമില്ല. ഇഷ്ടപ്പെട്ട നടനാണ്? അങ്ങനെ ചെയ്യാൻ പാടില്ല വിജയ്. ചങ്ക് തകർന്നു പോയി. പറയണേ സങ്കടമുണ്ടോ? അങ്ങനെ ഒരു സങ്കടമുണ്ടേ പറഞ്ഞോ. പറഞ്ഞോ എന്തിനെ സങ്കടുണ്ട്. നല്ല സങ്കടമുണ്ട്. ഞാൻ വിജയ് ഫാനല്ല. അല്ല എല്ലാവരും സങ്കടമുണ്ട്. അവനവന്റെ താല്പര്യമല്ലേ. ഇപ്പൊ ഞാൻ സിനിമയിൽ പോയാലും ഞാൻ നിർത്തുന്നതിന് എൻ്റെ ഇഷ്ടമല്ലേ. വിജയ് ശരിക്ക് സിനിമയിലാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം ഇത്രയും വലിയൊരു ഇമേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് സിനിമ ഫീൽഡാണ്. അപ്പോൾ ആ ഒരു ഫീൽഡിനോടും ഇത്ര ആരാധകരോടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ശരിക്ക് ഒന്നുകിൽ ഇനി രാഷ്ട്രീയം അത്ര താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ സിനിമയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം ചെയ്യാൻ പറ്റും. ഒരുപാട് നടന്മാർ ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ MGR വരെ അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്നും സിനിമയിലൊക്കെ ഒരേ സമയത്ത് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഒരു ബെറ്റർ ഓപ്ഷൻ. അത് സിനിമയും രാഷ്ട്രീയം താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ സിനിമയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നായിരുന്നു ഏറ്റവും നല്ലത്. പക്ഷേ സിനിമ മൊത്തത്തിൽ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആരാധകൻ എന്നുള്ളവർക്ക് നമുക്കൊക്കെ വിഷമമുണ്ട്. വിജയിലേക്ക് അടുത്ത ആരാധകൻ എന്ന് പറഞ്ഞാൽ തമിഴിലെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഫിലിം കൂടുതലും വിജയുടെ ആയിരിക്കും. വിജയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. തമിഴിലെ ഏറ്റവും ഇഷ്ടം നമ്മൾ വിജയനെ. എന്തേലും